ഹായ് ഹലോ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഡ്വക്കേറ്റ് സംഗീത ലാലേട്ടനെ കുറിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അവരാദ്യമേ തന്നെ വീഡിയോയിൽ പറയുന്നത് എനിക്ക് സർക്കാർ വക്കീലാവണ്ട, എനിക്ക് ജഡ്ജി ആവണ്ട, എനിക്കിതൊന്നും ആവണ്ട. ഇതാണ് അവർ ആദ്യമേ പറയുന്നത്. അവരുടെ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവർക്ക് എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അവർ വിചാരിച്ചതൊന്നും അവർക്ക് ആകാൻ സാധിക്കാത്തത് കൊണ്ട് ബാക്കിയുള്ളവരുടെ മേൽ കുതിര കയറുന്ന ഒരു ഒരു രീതിയാണ് എനിക്ക് ഫീൽ ആയത്. അവര് 2002 ജീവൻ ടിവിക്ക് വേണ്ടിയിട്ട് ലാലേട്ടനെ ഇന്റർവ്യൂ ചെയ്തെന്ന് പറയുന്നുണ്ട്. അതിൽ അവര് വാക്കല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ലാലേട്ടനോട് ചോദിച്ചു, വിഗ് ആണോ വെച്ചിരിക്കുന്നത്? ലാലേട്ടൻ എടുത്ത പാടെ മറുപടി പറയുന്നു, അതേന്ന് പറയുന്നു. പിന്നീട് ഇന്റർവ്യൂ കഴിയുന്നു. പിറ്റേന്ന് ലാലേട്ടൻ വിളിച്ചിട്ട് ഇവരോട് പറയാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ജീവൻ ടിവിയുടെ ഓഫീസിൽ വിളിക്കുന്നു. അപ്പൊ അവര് പറയുന്നു ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നീട് ഈ മാഡം അതിന്റെ സ്റ്റുഡിയോയിൽ പോയി എഡിറ്റിങ്ങിൽ ഇരുന്ന് ആ ഒരു ക്വസ്റ്റ്യൻ കട്ട് ചെയ്യുന്നു, എന്നിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നു. പക്ഷേ പുള്ളിക്കാരിയുടെ മനസ്സിൽ അതൊരു വൈരാഗ്യമായി മാറി. ഇത്രയും കൊല്ലം കിടന്നിട്ട് ഇപ്പൊ വന്നിട്ട് പറയാണ്, എന്തിനാണ് മലയാളത്തിലെ നായകന്മാർ വിഗ് വെച്ച് നടക്കുന്നത്? 74 വയസ്സുള്ള മമ്മൂക്ക എന്തിനാണ് വിഗ് വെക്കുന്നത്? ലാലേട്ടൻ 60 വയസ്സുള്ള ലാലേട്ടൻ എന്തിനാണ് വിഗ് വെക്കുന്നത്? ഇവർക്കെന്ത് സാധാ രൂപം പുറത്ത് കാണിച്ചൂടാ എന്താന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ്. തമിഴിലുള്ള രജനീകാന്ത് സാറാണെങ്കിലും ബാക്കിയുള്ള നടന്മാരൊക്കെ വിഗ് മാറ്റി സാധാ രൂപത്തിൽ നടക്കുന്നുണ്ട്. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ കാപട്യം കാണിക്കുന്നത് എന്നൊക്കെയാണ് ഇവർ വാദിക്കുന്നത്. ഇതിപ്പോ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അവർക്കത് കാണിക്കാൻ ഇഷ്ടമല്ല. ഇവരെന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? അപ്പോഴും കമന്റ് ആയിട്ട് വന്നിരിക്കുന്നു, പിന്നെ ക്ലോക്ക് പോലുള്ള ഈ പറയുന്ന ആൾ ക്ലോക്ക് പോലുള്ള വാച്ച് കിട്ടിയിരിക്കുന്നു, മൂക്കൂത്തിയുണ്ട്, കണ്ണാടിയുണ്ട്, വലിയ പൊട്ടുണ്ട്, ഇങ്ങനെ എല്ലാം പറഞ്ഞ് കമന്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവരും ഇങ്ങനെയെല്ലാം മുടി ഡൈ ചെയ്ത് 50 വയസ്സോളം ഏകദേശം ഉണ്ടെന്ന് തോന്നുന്നു, മുടിയെല്ലാം ഡൈ ചെയ്താണ് അവരും വന്നിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അതിപ്പം അന്നേരം ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ചോദിക്കുന്നതുകൊണ്ട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ദേഷ്യം, അത് എനിക്ക് ലാലേട്ടനുമായിട്ട് വ്യക്തിപരമായി ഒരു ദേഷ്യമില്ല, ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അത് ഇങ്ങനെയാണോ? ഇത് ഒരു അസൂയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് എന്തോ ഉള്ള ഒരു വൈരാഗ്യം ഇപ്പൊ പക പോലാണ് എനിക്ക് ഫീൽ ആയത് കേട്ടിട്ട്. ഒട്ടുമേ ശരിയായ ഒരു കാര്യമല്ല. ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പോയിന്റ്സ് എടുത്തിട്ട് പറഞ്ഞാൽ അതിനൊരു ഇതുണ്ട്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ വിഗ് വെച്ച് നടക്കുന്നു? ഇങ്ങനാണോ പറയേണ്ടത്? മമ്മൂട്ടി മോഹൻലാലും ഒന്നും ആ വിഗ് ഊരി വെച്ചിട്ട് അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് എനിക്കത് ചോയ്സ്. പക്ഷെ എന്നാലും ഈ കാപട്യം നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ്? ഈ 60 years old മമ്മൂട്ടിക്ക് എത്ര 74 hours ബാർ കൗൺസിലിന്റെ റോൾ എന്താണ്? അതൊന്ന് മനസ്സിലാക്കും. ഫേസ്ബുക്കിൽ കിടക്കുന്ന ഈ വിഗ് വെക്കുന്നത് എങ്ങനെയാണ് കാപട്യാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ജഡ്ജി ആവട്ടെ, ഒരു പദവിയും എന്നെ തേടി വരണ്ട, ഒരു പദവിയും തേടി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 55 വയസ്സായി, ഇനി മാട്രിമോണിയൽ കോടതിയിൽ കൊണ്ടിട്ട് റെസ്യൂമ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അസൂയ എന്ത് കണ്ടിട്ടാണ് ആ പെണ്ണിന്റെ അടുത്ത് എനിക്ക് അസൂയ തോന്നേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, 2002 മോഹൻലാൽ did not know that ജിത്തു ജോസഫ് existed. മോഹൻലാൽ did not know that ശാന്തി മായാദേവി existed. ഞാൻ ഇവളുടെ എന്ത് കണ്ടിട്ടാണ് അസൂയ തോന്നേണ്ടത്? എങ്ങനെ വേണമെങ്കിലും അഴിഞ്ഞാടി നടന്നോ, അല്ലെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോ, എന്ത് ഷൂട്ടിങ്ങോ ഫാഷനോ എന്ത് കൊല്ലത്തിന് വേണമെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞിട്ട് എല്ലാ അനുഗ്രഹാശിസുകളും തരാന്ന് തിരിച്ചു വരുമ്പോ പൈസയും ഭാര്യനെയും കൂടെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഭർത്താവില്ലാത്തതോ? അതാണോ? അത് കണ്ടിട്ടാണോ ഞാൻ അസൂയപ്പെടുന്നത്? ഇല്ലെങ്കിൽ ഈ ജിത്തു ജോസഫിന്റെ അടുത്തൊക്കെ ഞാൻ കളിക്കൂ. ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായത് അഡ്വക്കേറ്റ് ശാന്തി ദേവി, ജിത്തു ജോസഫ്, ലാലേട്ടൻ ഈ 3 പേരുടെ കോംബോ ഇഷ്ടപ്പെടാൻ അതിലൊരു ഈഗോ വന്നിട്ടാണ് ഇവരിപ്പോൾ ഇങ്ങനൊരു ഇന്റർവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം അഡ്വക്കേറ്റ് ശാന്തി ദേവിയായിട്ട് ഇവർ വല്ലാത്തൊരു ക്ലാഷാണ്. അപ്പൊ അവര് മീഡിയയിലേക്ക് വരുന്നു, കുറച്ച് പബ്ലിസിറ്റി കിട്ടുന്നു. അപ്പൊ കൂടെയുള്ള ആള് കുറച്ച് ഉയരുന്ന കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് എന്തോ ഒരു ഫ്രസ്ട്രേഷൻ, അതിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ കുറ്റം പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്.
എന്തായാലും ഒരു ലാലേട്ടൻ എന്നൊരു വ്യക്തിയെ നമ്മളെല്ലാം അത്രയും സ്നേഹിക്കുന്ന ആ വ്യക്തിയെ ഇത്രയ്ക്കും അടച്ചാക്ഷേപിച്ച് സംസാരിച്ചത് വളരെ മോശമായി പോയി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.